അതൊന്നും മന്ത്രിയായി പോയത് കൊണ്ട് നാക്ക് ഒരുപക്ഷെ ഒരു വായ്ക്ക് രുചിയായിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല. അവരെയൊക്കെ വിളിക്കേണ്ട ചില പേരുകളുണ്ട്, അതൊന്നും വിളിക്കാൻ പറ്റുന്നില്ല. രാഷ്ട്രീയം പഠിച്ചിട്ടില്ല, രാഷ്ട്രീയം അറിയില്ല എന്ന് പറയുന്ന അവരൊക്കെ മനസ്സിലാക്കേണ്ടത് ഇതാണ് രാഷ്ട്രീയത. രാഷ്ട്രത്തിന് ചേരുന്ന രാഷ്ട്രീയം ഇതാ. രോഗികൾ എന്ന് പറയുന്ന ഒരു വാചകം പോലും നമ്മൾ വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ട കാലഘട്ടമാണ്. 1000 കോടിയുടെ വിൽപ്പന ജനൌഷധി കേന്ദ്രങ്ങൾ വഴി നടന്നു വരും. ഇതിൽ ഒരുപക്ഷെ നമ്മൾ പറയും ഇതാണ് കർമ്മ, ഇതാണ് ദൗത്യം, ഇതാണ് നിയോഗം. നമസ്കാരം. ഇന്ന് രാജ്യത്ത് എമ്പാടും തന്നെ ജനൌഷധി ദിവസ് ആഘോഷിക്കുകയാണ്. ഇതിൻ്റെ ഭാഗമായി ഇപ്പോൾ തിരുവനന്തപുരത്തും സംസ്ഥാനതല ഉദ്ഘാടനവും മറ്റ് പരിപാടികളും നടക്കുകയാണ്. ഇതിൻ്റെ ഭാഗമായി കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ള പ്രമുഖർ ഇതിൽ പങ്കെടുക്കുകയാണ്. എന്തായാലും സുരേഷ് ഗോപി ഇപ്പോൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളോട് പ്രതികരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക്. പ്രധാനമന്ത്രി ഭാരതീയ ജനൌഷധി പരിയോജന ദേശവ്യാപകമായി നടത്തുന്ന മാർച്ച് 1 മുതൽ മാർച്ച് 7, 2025 വരെയുള്ള ഒരു വാരം നീണ്ടു നിൽക്കുന്ന വളരെ യോഗ്യമായ ആഘോഷങ്ങൾ ഒരു പരമ്പര കേരളത്തിൽ ഇന്ന് തുടങ്ങി വെച്ചതായി ആദ്യം തന്നെ അഭിമാനത്തോടെ അറിയിച്ചുകൊണ്ട് അതിനായി വിളിച്ചു കൂട്ടിയിട്ടുള്ള ഈ വേദിയിൽ ഉപവിഷ്ടരായിട്ടുള്ള എല്ലാ നന്മകൾക്കും, സദസ്സിലെ പ്രിയ സുഹൃത്തുക്കൾക്ക്, സഹോദരി സഹോദരങ്ങൾക്ക്, കുഞ്ഞുമക്കൾക്ക്, ഈ പരിയോജനയുടെ ഭാഗമായി ജനൌഷധി എന്ന് പറയുന്ന രാജ്യവ്യാപകമായ ഒരു ബൃഹത്തായ ശില്പം അത് വിഭാവനം ചെയ്ത പ്രധാനമന്ത്രിക്കും അതിൻ്റെ പ്രവർത്തകരായി എത്തിയിട്ടുള്ള കേന്ദ്രങ്ങളുടെ നടത്തിപ്പുകാരും അതിൻ്റെ ഉടമകളും അവിടെ പ്രവർത്തിക്കുന്നവരും അതിൻ്റെ ഗുണഭോക്താക്കളായ ആബാലവൃദ്ധം ഇന്ത്യൻ ജനതയ്ക്കും എല്ലാവർക്കും എൻ്റെ മര്യാദയും സ്നേഹവും നമസ്കാരവും അർപ്പിച്ചുകൊണ്ട് ഇന്ന് വളരെ സുപ്രധാന ദിനമാണ്. അതങ്ങനെ പറയാൻ പാടുണ്ടോ എന്ന് തന്നെ എനിക്കറിയില്ല. രോഗികൾ എന്ന് പറയുന്ന ഒരു വാചകം പോലും നമ്മൾ വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ട കാലഘട്ടമാണ്. അങ്ങനെ ഒരു വാചകം അത് ഉൾക്കൊള്ളുന്ന അർത്ഥമെന്ന് പറയുന്നത് പോലും വേദനാജനകമായ ഒരവസ്ഥയാണ് സൂചിപ്പിക്കുന്നത്. അത് ആ വേദന എന്ന് പറയുന്നത് കുടുംബത്തിന് മുഴുവൻ, ഒരു രോഗിയുള്ള കുടുംബത്തിന് മുഴുവൻ വലിയ ഒരു ബാധ്യതയായി മാറുന്നു. ഞാൻ ഇന്ന് കാലത്ത് ജനറൽ ഹോസ്പിറ്റലിൽ പോയപ്പോഴും അവിടെ വഴിയിൽ ഉപേക്ഷിക്കപ്പെട്ട ആരാധനാലയങ്ങളുടെ പരിസരത്ത് കൊണ്ടുപോയി ഉപേക്ഷിക്കപ്പെട്ട ഒരുപാട് മാതാപിതാക്കളെ കണ്ടു. ഒരുപക്ഷെ ഇങ്ങനെ ഒരു സാമൂഹിക അവസ്ഥ ഉണ്ടാവുന്നത് എന്തുകൊണ്ട് എന്ന് പറയുന്ന അവലോകനം ഭരണ സംവിധാനങ്ങളെല്ലാം നടത്തിയിട്ടുണ്ടാവും. അതിൻ്റെ ആഴത്തിലുള്ള ഒരു പഠനം, അവലോകനം, വിലയിരുത്തൽ, അതിനൊരു പ്രതി നടപടി കണ്ടെത്താനായി ഒരുപക്ഷെ ബഹുമാന്യനായ ലോകാരാധ്യനായ ഭാരതത്തിന്റെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്ര ദാമോദർ ദാസ് മോദി അദ്ദേഹം വിഭാവനം ചെയ്ത ഈ പദ്ധതി പ്രധാനമന്ത്രി ഭാരതീയ ജനൌഷധി പരിയോജന ഇതുവഴി ഒരുപക്ഷെ അങ്ങനെ ഉപേക്ഷിക്കണം എന്ന് തോന്നുന്ന ഒരു വിഭാഗത്തിന്റെ അളവ്, എണ്ണം, അവരുടെ ഒരു യാന്ത്രികമായ ചിന്താഗതിക്ക് ഒരുപക്ഷെ ഒരു തലോടലിലൂടെ അവരുടെ മനം മാറ്റത്തിനും അവരുടെ പ്രവർത്തന മാറ്റത്തിനും അവരുടെ പ്രവർത്തന ദൂഷ്യങ്ങൾ എടുത്തു മാറ്റുന്നതിനും ഒക്കെ സഹായകമാവുന്നു എന്ന് പറയുന്ന മനസ്സിലാക്കൽ നമ്മൾ ഇന്നത്തെ ദിവസം 7ാം വാർഷികം ആഘോഷിച്ചു തുടങ്ങുന്ന ഈ വർഷത്തെ ആദ്യ ദിനത്തിൽ സ്മരണയോടെ ദൈവത്തോട് നന്ദി പറഞ്ഞുകൊണ്ട് തന്നെ നമ്മളിവിടെ
ഓർക്കേണ്ടതുണ്ട്, അതിന് മര്യാദകൾ അർപ്പിക്കേണ്ടതുണ്ട്. ഭാരതത്തിൽ 2027 25,000 ജനൌഷധി സ്ഥാപനങ്ങൾ സ്ഥാപിക്കണമെന്നതാണ് ബഹുമാനീയനായ പ്രധാനമന്ത്രിയുടെ ഇംഗിതം, ഉദ്ദേശം. പ്രവർത്തന രീതിയും ഒരുപക്ഷെ ആ ദിശയിലാണ് ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഭാരതത്തിൽ ഇപ്പോ 15,057 ജനൌഷധി സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നു. ഇതിൽ ഒരുപക്ഷെ നമ്മൾ പറയും, ഇതാണ് കർമ്മ, ഇതാണ് ദൗത്യം, ഇതാണ് നിയോഗം, ഈശ്വരീയമായ നിയോഗം എന്ന് തന്നെ പറയേണ്ടി വരും. എനിക്ക് തോന്നുന്നത് ഇത് സൗത്ത് ഇന്ത്യ എന്നുള്ളത് സ്വാഗതമോദിയ സഹോദരൻ പറഞ്ഞപ്പോഴാണ് എൻ്റെ ഒരു ബോധ്യത്തിലേക്ക് വരുന്നത്. ഞാൻ കരുതിയത് കേരളത്തിലെ ആദ്യത്തേതെന്നാണ്. എങ്കിലിത് അഭിമാനത്തിന് വലിപ്പം കൂടുകയാണ്. സൗത്ത് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഷോറൂം ജനൌഷധി സ്ഥാപനം ഔട്ട്ലെറ്റ് ഉദ്ഘാടനം ചെയ്തത് ഞാനാണ്. അത് കേരളത്തിലാണ്. കേരളത്തിലെന്ന് മാത്രമല്ല, മറ്റൊരു കർമ്മ അത് ഞാൻ ഇങ്ങെടുത്ത് തൃശ്ശൂരിലാണ് തുടങ്ങി വെച്ചതെന്നുള്ളതാണ് ഏറ്റവും വലിയ. ഒരുപക്ഷെ ഈ രാഷ്ട്രീയം പഠിച്ചിട്ടില്ല, രാഷ്ട്രീയം അറിയില്ല എന്ന് പറയുന്ന അവരൊക്കെ മനസ്സിലാക്കേണ്ടത് ഇതാണ് രാഷ്ട്രീയത. രാഷ്ട്രത്തിന് ചേരുന്ന രാഷ്ട്രീയം ഇതാണ്. ചില കാര്യങ്ങൾ നമ്മൾ ഹൃദ്യമായി ചെയ്തു വെക്കുന്നതാണ് നമ്മളുടെ രാഷ്ട്രീയം വിളിച്ചോതേണ്ടത്. അതായിരിക്കണം നമ്മുടെ രാഷ്ട്രീയത്തിന്റെ ശംഖനാദം. അതൊന്നും മന്ത്രിയായി പോയത് കൊണ്ട് നാക്ക് ഒരുപക്ഷെ വായിക്ക് രുചിയായിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല. അവരെയൊക്കെ വിളിക്കേണ്ട ചില പേരുകളുണ്ട്, അതൊന്നും വിളിക്കാൻ പറ്റുന്നില്ല. സത്യം പറഞ്ഞാൽ കഷ്ടമാണ്. അഭിപ്രായ പ്രകടനത്തിലൂടെയൊക്കെ വരുന്ന ചില കമന്റ് എന്നൊക്കെ പറയുന്നത് നല്ല വാക്കാണ്. കമന്റേഷൻ എന്നൊക്കെ പറയും. അതിനെല്ലാം ചോദ്യം ചെയ്യുന്ന തരത്തിലാണ് മലീമസമായ ആ ഒരു കമന്റ് ചെയ്യുന്ന പ്രവണതയെന്ന് പോലും തിരിഞ്ഞു നടക്കുന്നു. അപ്പോ 2047 മരുന്നുകളാണ് ഇത്തരം ഔട്ട്ലെറ്റുകളിലൂടെ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. 300 സർജിക്കൽ ശസ്ത്രക്രിയയ്ക്ക് ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ, ഏതാണ്ട് 300 ഐറ്റംസ് ആണ് ഇത്തരം സ്റ്റോറുകളിൽ ലഭിക്കുന്നത് എന്ന് പറയുമ്പോൾ ഇതിന് വലിയ പ്രചരണം ലഭിച്ചാൽ ഒരുപക്ഷെ ഇത് കച്ചവടമാക്കി മാറ്റിയിരിക്കുന്ന ഒരു വിഭാഗത്തിന് അത് വേദനയാകും. അവർക്കത് നഷ്ടത്തിന്റെ കണക്കിലേക്ക് ചേർക്കുന്ന നമ്മുടെ അഭിമാന പ്രവർത്തനമായി മാറുന്നുള്ള ഒരു വൈരുദ്ധ്യം ഇതിനകത്തുണ്ട്. പക്ഷെ ജനതയാണ്, പ്രജകളാണ്. ഒരു ജനാധിപത്യത്തിൽ പ്രജകളാണ് ഏറ്റവും പ്രധാനം. അവരാണ് രാജാക്കന്മാർ. ആ രാജാക്കന്മാർക്ക് വേണ്ടിയാണ് ഈ പദ്ധതി എന്ന് വിളിച്ചോതുന്ന തരത്തിലാണ് ഇതിന്റെ ഖ്യാതി പെരുകിക്കൊണ്ടിരിക്കുന്നത്. 1000 കോടിയുടെ വിൽപ്പന ജനൌഷധി കേന്ദ്രങ്ങൾ വഴി നടന്നു വരുന്നു. ഈ കണക്ക് 2024 ഒക്ടോബർ 24 വരെയുള്ളത് മാത്രമാണ്. അതിനു ശേഷമുള്ള ഡേറ്റ ഇനി അത് നമ്മൾ റിക്കൺസൈൽ ചെയ്തതിന് ശേഷം മാത്രമേ വരൂ. ഒരു ജൂൺ ജൂലൈയോട് കൂടിയേ നമ്മുടെ അക്കൗണ്ടിങ് ഇയർ അല്ലെങ്കിൽ ഓഡിറ്റ് ഇയർ എന്ന് പറയുന്ന മാർച്ച് 31 വരെയുള്ള കണക്ക് വരും. അപ്പൊ നമുക്ക് കുറച്ചുകൂടി അഭിമാനിക്കാൻ സാധിക്കും. മാസം ഏതാണ്ട് 200 കോടിയാണ് വിറ്റുവരവ് കഴിഞ്ഞ സെപ്റ്റംബർ 20-ാം തീയതി വരെ. അതിൻ്റെയും ഡേറ്റ വരണം. ഈ ജനൌഷധികളിൽ കൂടി മരുന്നുകൾ വാങ്ങുന്നത് മൂലം അതാണ് ഏറ്റവും വലിയ പെരുമ. നമുക്കിവിടെ ഏതാണ്ട് 1000 കോടിയാണ് വിറ്റുവരുമാനം എന്ന് പറയുമ്പോൾ അത് ലാഭത്തിലേക്കല്ല വന്നത്. 30,000 കോടിയാണ് നഷ്ടമായി ആ കച്ചവടം ക്രയവിക്രയത്തിലൂടെ ഒരുപക്ഷെ മരുന്ന് കേന്ദ്രങ്ങൾ, മരുന്ന് ഉൽപ്പാദിപ്പിക്കുന്ന കേന്ദ്രങ്ങൾക്ക് നഷ്ടമല്ല വരാതെ പോയത്. ആ 30,000 കോടി ആർക്കാണ് ഉപകരിച്ചിരിക്കുന്നത്? ഇതിന്റെ ഗുണഭോക്താക്കൾക്കാണ് എന്ന് പറയുമ്പോൾ ഈ പദ്ധതിയുടെ പെരുമ ഇങ്ങനെ വളർന്ന് പന്തലിച്ചു കൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ജനാധിപത്യ സംവിധാനത്തിൽ ഈ ജനാധിപത്യത്തിലെ പ്രജകളാകുന്ന രാജാക്കന്മാരുടെ ഒരു ആയുധമാണ്
ഒരുപക്ഷെ നേരത്തെ രോഗി എന്ന് പറയാൻ പോലും ഞാൻ മടി കാണിച്ചു. ഇപ്പോഴും ഞാൻ ആ മടി കാണിക്കണം എന്ന് തന്നെയാണ്. അത് തുടർന്ന് പോകണം. അങ്ങനെ ഒരു വാക്ക് ഉപയോഗിക്കുന്നത് വേദനയാണ്. ഒരുപക്ഷെ ആരോഗ്യ സംരക്ഷണത്തിനുള്ള ഉപാധികൾ അവരെ ചൂഷണം ചെയ്ത് അവരുടെ കുടുംബത്തിലുള്ളവരുടെ ചോര ഊറ്റി കുടിക്കുന്നില്ല. കുഞ്ഞ് മക്കൾക്ക് അവരുടെ വീടുകൾ ജപ്തി ഭീഷണി നേരിടേണ്ടി വരുന്നില്ല. അത് വിറ്റ് തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരുന്നില്ല. മാനം പോലും വിൽക്കേണ്ടി വരുന്നില്ല എന്ന് പറയുന്ന അതിനുള്ള ചില സംഭവങ്ങളൊക്കെ അടുത്തുണ്ടായി അല്ലേ? ഇതൊക്കെ നമ്മുടെ മനസ്സ് തുറപ്പിക്കുകയാണ് വേണ്ടത്. ഭരണ സംവിധാനം ജനാധിപത്യ സംവിധാനത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ടു കഴിഞ്ഞാൽ ഈ ഒരു ഓഡിറ്റ്, സോഷ്യൽ ഓഡിറ്റ് എന്ന് പറയുന്നത് കൃത്യമായി നടത്തിയതിന്റെ ഫലമാണ് ജനൌഷധി സ്ഥാപനങ്ങൾ ഇങ്ങനെ ജനങ്ങൾക്ക് ഗുണപരമായി പ്രവർത്തിച്ച് നമുക്കിങ്ങനെയുള്ള ആഘോഷങ്ങൾ നടത്താൻ സാധിക്കുന്നത്. കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ജനൌഷധി കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നത് എന്നത് അടുത്ത അഭിമാനമാണ്. ഏതാണ്ട് 1528 കേന്ദ്രങ്ങളാണ് ഇപ്പോ ഉള്ളത്. അപ്പൊ 2027 25,000 ജനൌഷധി കേന്ദ്രങ്ങൾ എന്ന് പറയുമ്പോൾ കേരളത്തിൽ ഈ ഒരു 1528 എന്ന് പറയുന്നത് ഒരുപക്ഷെ ചിലപ്പോ 2500 3000 ആയി വളർന്നാലും നമുക്ക് അതിശയിക്കാനൊന്നുമില്ല. അത് മറ്റ് ഒരു ദുസൂചനയും നൽകില്ല. കേരളത്തിലെ ജനൌഷധി കേന്ദ്രങ്ങളിലാണ് രാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതൽ വിറ്റുവരവ് നടന്നു വരുന്നത്. കഴിഞ്ഞ 5 വർഷം കൊണ്ട് ക്രയവിക്രയം നടന്നിരിക്കുന്ന അതുവഴി വന്നിരിക്കുന്ന തുകയുടെ കണക്കെന്ന് പറയുന്നത് 796 കോടിയാണ്. ഇതിനകത്തൊരു ചെറിയ ദുസൂചന കൂടിയുണ്ട്. അത്രയും മരുന്നുകളുടെ ആവശ്യക്കാർ ഇത്രയും കാലം ഈ 796 കോടിക്ക് പകരം ഒരു 10,000 കോടി അല്ലെങ്കിൽ ഒരു 15,000 കോടിയെങ്കിലും ചെലവാക്കേണ്ടി വരുമായിരുന്നു. അങ്ങനെ 5 വർഷത്തിന് മുമ്പ് ചെലവാക്കിയ ഒരു സമൂഹം തറപറ്റിപ്പോയോ? ഇല്ലായ്മ ചെയ്യപ്പെട്ടു പോയോ? അവരുടെ ജീവിതത്തിലൊന്നും സോഷ്യലിസം നമുക്ക് പകർന്നു നൽകാൻ കഴിഞ്ഞില്ല എന്ന് പറയുന്ന വളരെ മ്ലേച്ഛമായ ഒരു അവസ്ഥ നമ്മുടെ ഈ ജനാധിപത്യ സംവിധാനത്തിൽ ഒരു 10 വർഷം മുമ്പുണ്ടായിരുന്നു എന്ന് വിലയിരുത്തുന്നത് ഒരു വലിയ ദുസൂചന തന്നെയാണ് നൽകുന്നത്. ഒരുപക്ഷെ ആ അവസ്ഥകൾക്കൊന്നും ഇനി നമുക്ക് സമൂഹത്തെ തള്ളിവിടേണ്ടവരല്ല. അധസ്ഥിത വർഗമെന്ന് ഞാൻ പറയുന്നില്ല. ഹാവ്സ് ആൻഡ് ഹാവ് നോട്ട്സ്. അതിലെ ഹാവ് നോട്ട്സിന് ധൈര്യത്തോടെ ഇനി ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ വഴി ശരിക്കും സോഷ്യൽ റവല്യൂഷൻ, നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൽ സംഭവിക്കുന്ന ഇത്തരം വിപ്ലവങ്ങൾക്ക് വഴി തെളിയിക്കുന്ന ഒരു ആഘോഷത്തിന്റെ പരമ്പര നമുക്ക് ഇന്നത്തെ ഈ വിജയാഘോഷ പദയാത്രയിലൂടെ നമുക്ക് വിളംബരം ചെയ്യാം എന്ന് മാത്രം ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് വിശ്വസിച്ചും കൊണ്ട് എല്ലാവർക്കും ഈ പരിപാടിയിൽ വന്ന് ചേർന്നതിന്, പ്രത്യേകിച്ച് കുഞ്ഞ് കുട്ടികൾക്കെല്ലാം പഠിക്കുന്ന കാലത്ത് ഇങ്ങനെയുള്ള ആഘോഷങ്ങളിൽ പങ്കെടുത്ത് ഇതിൻ്റെ ഝണ്ഡ വാഹകരാവണം എന്ന് നിങ്ങൾ നിശ്ചയിച്ചെങ്കിൽ അത് വലിയ ജനറോസിറ്റിയാണ്. ഞാൻ അതിനെയും നമിക്കുന്നു. എല്ലാവർക്കും എൻ്റെ സ്നേഹം, നന്ദി, നമസ്കാരം.